ഇപ്പോൾ തിരുവനന്തപുരത്ത് ആശാ വർക്കർമാരുടെ സമരം നടന്നു വരികയായിരുന്നു. ഏതാണ്ട് 8 മാസമായി അവർ സമരത്തിലായിരുന്നു. ആ സമരം ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ സമരത്തിൽ സംഘർഷങ്ങളുണ്ടായി. ആ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സമരക്കാരുടെ മൈക്കും സ്പീക്കറും പോലീസ് പിടിച്ചെടുത്തു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭക്ഷണം കഴിക്കുന്ന പാത്രം കൊട്ടിയായിരുന്നു ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് ഈ ആശാ വർക്കർമാർ സമരം നടത്തിയത്. ബാരിക്കേഡുകൾ വെച്ച് പോലീസ് അത് തടഞ്ഞു. ഈ സമരക്കാർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചു. അതിന് മുകളിലേക്ക് വലിഞ്ഞു കയറി. തുടർന്നാണ് ഈ ജലപീരങ്കി പ്രയോഗം ഉണ്ടാകുന്നത്. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. സർക്കാരിൽ നിന്ന് ഇതുവരെ അനുകൂല നിലപാടുണ്ടാകാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആശാ വർക്കർമാർ സമരം നടത്തിയിരിക്കുന്നത്. സഹന സമരം അങ്ങനെ 8 മാസത്തോളം എത്തുന്ന ഒരു ഘട്ടത്തിലാണ് അത് ഈ രീതിയിൽ വിപുലീകരിക്കുന്ന ഒരു ശ്രമം കൂടി ആശാ വർക്കർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വിവരങ്ങളുമായി നമുക്കൊപ്പം ഇപ്പോൾ സാരംഗ് സുധാകരൻ അവിടെ നിന്ന് ചേരുകയാണ്. സാരംഗ്, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഏറെ നേരമായി അവിടെ പോലീസുമായി ഉന്തും തള്ളും ഒക്കെ ഉണ്ടായിരുന്നു. ജലപീരങ്കി പലതവണ പ്രയോഗിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിതി ശാന്തമാണോ? രേണുക, ഇപ്പോൾ നിലവിൽ സ്ഥിതി ശാന്തമാണ്. കാരണം നേരത്തെ കുറച്ചു സമയം മുൻപ് വരെ വലിയ തോതിലുള്ള ഒരു സംഘർഷം ഈ ഒരു പോലീസുകാരുമായി ഈ ആശമാർ നടത്തിയിരുന്നു. അതായത് തുടക്കത്തിൽ ഈ ഒരു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച ആശമാരെ പിന്നീട് ജലപീരങ്കി ഉപയോഗിച്ച് മാറ്റാൻ ശ്രമിച്ചു. അതിനുശേഷം ഇവരുടെ മൈക്ക് സെറ്റും മറ്റും കെട്ടിയിരുന്നു. അതായത് ഒരു വാഹനത്തിൽ കൊണ്ടുവന്ന് ജനറേറ്റർ ഫിറ്റ് ചെയ്ത് അതിന് മുകളിൽ മൈക്ക് സ്പീക്കറും മറ്റു കാര്യങ്ങളും വെച്ചായിരുന്നു ഒരു മുദ്രാവാക്യം വിളിച്ചതും മറ്റും നടത്തിയത്. അത് ഇവിടെ നിന്നും മാറ്റാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ആദ്യം തന്നെ ഉണ്ടായി. ആദ്യം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ചില ഉപകരണങ്ങൾ പോലീസുകാർ ഇവിടെ നിന്നും ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. അത് തടയാൻ വേണ്ടിയുള്ള ശ്രമം ആശമാരുടെ ഭാഗത്തു നിന്നും 1 മണിക്കൂറോളം ഉണ്ടായി. അതായത് മുൻപിലും പിൻപിലുമായി ഇവർ ആശമാർ നിരന്നു നിന്ന്, അതായത് റോഡിൽ കിടന്നുകൊണ്ടായിരുന്നു ഈ വാഹനം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രതിഷേധിച്ചത്. മാത്രമല്ല ഈ ഒരു സമരം വളരെ ജനകീയമായ ഒരു സമരമാണ്. ഇതിൽ ഒരു ചർച്ചയാണ് മുഖ്യമന്ത്രിയുമായി നമുക്ക് ആവശ്യം. ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയല്ല ഇവർ എത്തിയിരിക്കുന്നതെന്നായിരുന്നു ആശമാർ നമ്മളോട്, അതായത് പോലീസുകാരോടക്കം പറഞ്ഞിരുന്നത്. പക്ഷേ അത് വകവയ്ക്കാതെ പോലീസ് പിന്നീട് ആ വാഹനം ഇവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അതിനൊപ്പം തന്നെ ഈ ഒരു കൊണ്ടുവന്ന വാഹനത്തിന് മുകളിലുണ്ടായിരുന്ന സ്പീക്കറും ഒപ്പം മറ്റെല്ലാ സാധനങ്ങളും ഇവിടെ നിന്നും പോലീസ് അഴിച്ചു മാറ്റി കൊണ്ടുപോവുകയായിരുന്നു. ഒപ്പം 30ഓളം നേതാക്കന്മാർ, അതായത് മിനി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതിനുശേഷവും ആശമാർ ഇവിടെ തുടർന്ന് പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും പിരിഞ്ഞു പോകില്ല എന്നാണ് അവർ അറിയിക്കുന്നത്. അതായത് നാളെ മുതൽ സംസ്ഥാന വ്യാപകമായി ഈ ഒരു കാര്യം, അതായത് പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും. ഈ ഒരു ആവശ്യം അംഗീകരിച്ചു വരുന്നവർ, അതായത് മുഖ്യമന്ത്രിയുമായിട്ട് ഈ ഒരു ഡെലിഗേഷൻ ആയിരുന്നു ആശമാർ ആവശ്യപ്പെട്ടത്. അതായത് മുഖ്യമന്ത്രി തങ്ങളുടെ ആവശ്യം കേൾക്കണം, ഈ ഒരു കാര്യത്തിൽ ന്യായമായ ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്നൊരു ആവശ്യമാണ് ആശമാർ മുന്നോട്ട് വെച്ചത്. അതായത് 200 ദിവസത്തിലധികം 8 മാസത്തോളമായി ഈ ഒരു സമരം ആരംഭിച്ചിട്ട് സെക്രട്ടേറിയറ്റിന് മുൻപിൽ അവർ ഭക്ഷണം കഴിച്ചിരുന്ന പാത്രങ്ങൾ, ഭക്ഷണം ഉണ്ടാക്കാനും ഭക്ഷണം കഴിക്കാനും ഉപയോഗിച്ച പാത്രം കുട്ടിയുള്ള ഒരു സമരമായിരുന്നു. അത്തരത്തിലൊരു സമരത്തിന് നേരെ തുടക്കത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. ചില ആശമാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതേപോലെ തന്നെ പോലീസുകാർക്ക്, അതായത് വനിതാ പോലീസുകാർക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. അവരെയൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ആശമാർ ഇവിടെ സംഘടിച്ച് നിൽക്കുകയാണ്. ക്ലിഫ് ഹൌസിന് മുൻപിൽ ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തടഞ്ഞിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ തടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആശമാർ ഇവിടെ തന്നെ തുടരുകയാണ്. ഇവിടെ നിന്നും മാറിപ്പോകാൻ തയ്യാറല്ല. ഇതിലൊരു ന്യായമായ ഒരു തീരുമാനമാവുന്നതുവരെ ഇവിടെ തന്നെ തുടരുമെന്നാണ് അവർ അറിയിക്കുന്നത്. രേണുക, സാരംഗ്, ഇതിപ്പോൾ ഏതാണ്ട് 8 മാസത്തോളമായി അവർ സമരത്തിലാണ്. സർക്കാർ സമരക്കാരുടെ ആവശ്യത്തെ പരിഗണിക്കുന്നില്ല എന്നതാണ് ഈ രീതിയിൽ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് സമരം മാറ്റാൻ അവരെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ അവരുടെ നിലപാടാണ് എന്താണ്? എന്തുകൊണ്ടാണ് അവർ പിരിഞ്ഞു പോകാത്തത്? സംഘർഷ സാഹചര്യങ്ങൾ ഇപ്പോൾ സ്ഥലത്തുണ്ടോ? എന്താവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്? ഇനി സമരമുഖം ക്ലിഫ് ഹൗസിലേക്ക് മാറ്റുക എന്നതാണോ ഇതോടുകൂടി ആശാ പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത്? അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് ആശമാർ കടന്നിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് മാറില്ല. അതായത് ഈ ഒരു അറസ്റ്റ് ചെയ്ത് നീക്കിയവരെ അടക്കം പോലീസ് വിട്ടയക്കണം എന്ന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശമാർ ഇവിടെ തുടരുന്നത്. നിലവിൽ സംഘർഷാവസ്ഥ ഇവിടെ ഇല്ല. പക്ഷേ ആശമാർ അറസ്റ്റ് ചെയ്ത് അല്ലാതെയുള്ള ആശമാരെല്ലാവരും ഇവിടെ തന്നെ തുടരുന്നു. മറ്റ് നേതാക്കന്മാരും ഇവിടെയുണ്ട്. ഒപ്പം തന്നെ പറയാനുള്ളത് ഈ ഒരു ആവശ്യം, അതായത് ഈ ഒരു 8 മാസമായി തുടരുന്ന സമരത്തിന് നേരെ സർക്കാർ മുഖം തിരിക്കുന്നതാണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് പ്രധാനമായി കാരണമായി പറയുന്നത്. കാരണം ഇതിലൊരു ന്യായമായ ആവശ്യമാണ്, ജനകീയ
ന്യായമായ ആവശ്യമാണ്. ആ ആവശ്യത്തിന് നേരെ പോലീസ് അടക്കം ഇത്തരത്തിലൊരു ഗുണ്ടകളെ പോലെ പെരുമാറുന്നു. അതായത് ബലമായി ഇവിടെ നിന്നും മാറ്റാനുള്ളൊരു ശ്രമം, ഒപ്പം തന്നെ ഈ ഒരു പോലീസ് ഉപദ്രവിച്ചു എന്നുള്ള തരത്തിൽ, അതായത് ഈ ഒരു റോഡിൽ കിടന്നുകൊണ്ടുള്ള സമയത്ത്, അതായത് ഈ വാഹനം കടത്തിവിടാൻ സമ്മതിക്കാത്ത സമയത്ത് ഈ ഒരു വനിതാ പോലീസുകാർ ഉൾപ്പെടെ ഈ ആശമാരെ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. അതിൽ പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിലൊപ്പം തന്നെ വനിതാ പോലീസുകാർക്കടക്കം പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിലെല്ലാം അതായത് ഈ പോലീസ് അതിക്രമം അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആശമാർ ഇവിടെ തന്നെ തുടരുന്നത്. മാത്രമല്ല ഈ ഒരു ആവശ്യം, അതായത് 8 മാസമായി ഇവിടെ തുടരുന്ന സെക്രട്ടേറിയറ്റ് മുൻവശത്ത് തുടരുന്ന സമരം, അതിൽ പല രീതിയിലുള്ള സമര മുഖങ്ങൾ അവർ മുന്നോട്ടെടുത്തിരുന്നു. അത് കേരളം ഒട്ടാകെ കണ്ടതുമാണ്. ഈ ഒരു ആവശ്യങ്ങളെല്ലാം ന്യായമായ ആവശ്യങ്ങളാണ്. ഈ ഇത്തരത്തിലുള്ള ഒരു ഓണറേറിയം വർദ്ധിപ്പിക്കുക, തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മുഖം തിരിക്കാതിരിക്കുക, ഇതിൽ കൃത്യമായൊരു ചർച്ച, അതായത് ഈ മുഖ്യമന്ത്രി ഈ ഒരു മുന്നോട്ട് വെച്ചിട്ടുള്ള, അതായത് മുഖ്യമന്ത്രിയെ ചേർന്നുള്ള ഒരു ചർച്ചയിൽ ഇത് ന്യായമായ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമെത്തണം. അത്തരത്തിലുള്ള ആവശ്യങ്ങളായിരുന്നു തുടക്കം തൊട്ട് തന്നെ. അതായത് സെക്രട്ടേറിയറ്റ് മുൻപിൽ നിന്ന് തന്നെയുള്ള ആവശ്യങ്ങൾ ഇത് തന്നെയായിരുന്നു. പിന്നീടാണ് ക്ലിഫ് ഹൌസിന് മുൻപിലേക്ക്, അതായത് ഈ ഒരു സമരം ക്ലിഫ് ഹൌസിന് മുൻപിലെത്തി, അതായത് അധികാരത്തിന് അതായത് മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തെത്തിയ ഒരു സമരമുഖം, അതായത് തങ്ങളെ കേൾക്കണം എന്നുള്ള തരത്തിലേക്ക് ഈ ഒരു സമരത്തിന്റെ ഭാവം മാറിയത്. തുടർന്ന് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു മൈക്ക് സെറ്റ് കൊണ്ടുപോകുന്ന തരത്തിലേക്കുള്ള പോലീസിന്റെ നടപടി ഉണ്ടായത്. അത് വളരെ പ്രക്ഷോഭകാരികളെ ചൊടിപ്പിച്ചു. കാരണം ഇത് വളരെ കുറെ കാലമായി ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല വളരെ വിലയേറിയ ഒരു ഉപകരണങ്ങളാണ് ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുള്ളത്. അതിനി വിട്ടുകിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ നിയമ തടസ്സങ്ങൾ മറ്റുമുള്ളതാണ്. കാരണം പോലീസ് ഇവിടെ നിന്നും സീസ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളതാണ്. മാത്രമല്ല പ്രമുഖ നേതാക്കന്മാരെ, മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കന്മാരെയും ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിലെല്ലാം പ്രതികരിച്ചു. അതായത് ഇത് അന്യായമായിട്ടുള്ള ഒരു പോലീസ് നടപടിയാണ്, ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുള്ളത് എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് ആശമാർ ഇവിടെ തുടരുന്നത്. നിലവിൽ ഇവിടെ സംഘർഷാവസ്ഥയില്ല. പക്ഷേ പോലീസും ആശമാരും ഇവിടെ തന്നെ തുടരുകയാണ്. ഇവിടെ നിന്നും ഇതിലൊരു പരിഹാരമാവാതെ പിരിഞ്ഞു പോകില്ല എന്നാണ് ആശമാർ നമ്മോട് പറയുന്നത്. രേണുക, തീർച്ചയായും എന്തായാലും അവിടെ തന്നെ ഇപ്പോഴും ആശാ പ്രവർത്തകർ തുടരുകയാണ്. പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. അറസ്റ്റ് ചെയ്തവരെ ഉൾപ്പെടെ വിട്ടുകിട്ടണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. ഭക്ഷണപാത്രം കൊട്ടിക്കൊണ്ടാണ് ഇവർ ഈ സമരം ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കും വരെ പിന്നോട്ടില്ല എന്നതാണ് അവരുടെ ഉറച്ച നിലപാട്.